കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ബേസിക് സയൻസ് നമ്മൾ 1-ാമത്തെ യൂണിറ്റിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ. ബേസിക് സയൻസിൽ 1-ാമത്തെ യൂണിറ്റിൽ ലാസ്റ്റ് ഭാഗം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആർ യു റെഡി? യെസ്. പരിസ്ഥിതി പഠനം അവസാന ഭാഗങ്ങളിലേക്ക്, 1-ാമത്തെ യൂണിറ്റ് അവസാന ഭാഗങ്ങളിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെസ്റ്റ് കൺട്രോൾ, കീടനിയന്ത്രണമാണ്. പെസ്റ്റ് കൺട്രോൾ, കീടനിയന്ത്രണം. നമ്മുടെ ചെടികളെ നശിപ്പിക്കുന്ന പെസ്റ്റ്, കീടങ്ങളെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം? അതിന് 2 രീതിയുണ്ട്. ജൈവ നിയന്ത്രണവും യാന്ത്രിക നിയന്ത്രണവും ഉണ്ട്. ബയോളജിക്കൽ കൺട്രോളും ഉണ്ട്, മെക്കാനിക്കൽ കൺട്രോളും ഉണ്ട്. ജൈവ നിയന്ത്രണവും ഉണ്ട്, യാന്ത്രിക നിയന്ത്രണവും ഉണ്ട്. 2 രീതികൾ ഏതൊക്കെയാ? ജൈവ നിയന്ത്രണം, യാന്ത്രിക നിയന്ത്രണം. ബയോളജിക്കൽ കൺട്രോൾ, മെക്കാനിക്കൽ കൺട്രോൾ. ജൈവ നിയന്ത്രണം ബയോളജിക്കൽ കൺട്രോൾ, യാന്ത്രിക നിയന്ത്രണം മെക്കാനിക്കൽ കൺട്രോൾ. പെസ്റ്റ് കൺട്രോളിന് 2 മാർഗങ്ങളുണ്ട്. ഏതൊക്കെയാ? ജൈവ നിയന്ത്രണം ബയോളജിക്കൽ കൺട്രോൾ, യാന്ത്രിക നിയന്ത്രണം മെക്കാനിക്കൽ കൺട്രോൾ. ഓക്കെ, ഇനി എന്താണ് ജൈവ നിയന്ത്രണം നോക്കാം. വട്ടച്ചാഴി, വട്ടച്ചാഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേഡി ബഗിലെ ചുവപ്പ് കളറിൽ ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ ഉള്ള, യെസ്, വട്ടച്ചാഴി. ട്രൈക്കോഗ്രാമ, ട്രൈക്കോഗ്രാമ. തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്ന രീതിയാണ് ജൈവ നിയന്ത്രണം. ചെടിയിൽ ഏതെങ്കിലും കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ, പെസ്റ്റ് വന്നു കഴിഞ്ഞാൽ വട്ടച്ചാഴി നശിപ്പിക്കുന്നതുണ്ട്. തവള, അരണ, ഓന്ത്, വണ്ട് ഇവ പോയി അതിനെ നശിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ജീവികൾ എന്ത് ചെയ്യുന്നു? ജൈവമായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. വട്ടച്ചാഴി, ഡ്രൈക്കോഗ്രാമ, തവള, അരണ, ഓന്ത്, വണ്ട് ഈ ജീവികൾ എന്ത് ചെയ്യുന്നു? വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്ന് നശിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കീടങ്ങളെ നിയന്ത്രിക്കാം. ജൈവ നിയന്ത്രണം. ഇനി യാന്ത്രിക നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ നമ്മൾ കൈ കൊണ്ട് പെറുക്കി മാറ്റണം, അതിലുള്ള കീടങ്ങളെ നമ്മൾ കൈ കൊണ്ട് പെറുക്കി മാറ്റണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കെണികൾ ഉപയോഗിക്കണം. തുളസി നീര് നമ്മൾ ഒരു സ്റ്റീലിൽ എന്ത് ചെയ്യുക? പുരട്ടിയ ശേഷം വെച്ചാൽ നമ്മുടെ ഈച്ചകളൊക്കെ വന്നിങ്ങനെ ഒട്ടിയിരിക്കും. അത് നമ്മൾ ബുക്കിൽ പഠിച്ചു അല്ലേ? യെസ്. കെണികൾ ഉപയോഗിച്ചോ കൈ കൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതി. അതിന് ഉദാഹരണമാണ് ഫെറമോൺ കെണി. മെക്കാനിക്കൽ കൺട്രോൾ, യാന്ത്രിക നിയന്ത്രണത്തിൽ വരുന്ന ഒരു കെണിയാണ് ഫെറമോൺ കെണി. ഇപ്പോൾ ഫെറമോൺ കെണി യാന്ത്രിക നിയന്ത്രണം മെക്കാനിക്കൽ കൺട്രോളിൽ വരുന്നതാണ് കേട്ടോ. കെണികൾ ഉപയോഗിച്ചോ കൈ കൊണ്ട് പെറുക്കി മാറ്റിയോ നിയന്ത്രിക്കുന്നതാണ് എന്താ? മെക്കാനിക്കൽ കൺട്രോൾ, യാന്ത്രിക നിയന്ത്രണം. ടീച്ചർ ഇംഗ്ലീഷിൽ പറഞ്ഞു തരാം. ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, അതിൽ വരുന്ന ജീവികൾ തന്നെ അതിലിരിക്കുന്ന കീടങ്ങളെ
തിന്നും, അങ്ങനെ അത് ചത്തുപോകും. അങ്ങനെ നമ്മൾ കീടങ്ങളെ തിന്ന് നശിപ്പിക്കുന്ന ആ ഒരു രീതിയാണ് ജൈവ നിയന്ത്രണം, ബയോളജിക്കൽ കൺട്രോൾ. വട്ടച്ചാഴി, ട്രൈക്കോഗ്രാമ, തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ എന്ത് ചെയ്യുന്നു? വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്ന് നശിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ശല്യം കഴിയും അല്ലേ? അതാണ് ജൈവ നിയന്ത്രണം. യാന്ത്രിക നിയന്ത്രണം എന്താ? കെണികൾ ഉപയോഗിച്ച് അതിനെ നമുക്ക് കീടങ്ങളെ പിടിച്ചെടുക്കാം, അല്ലെങ്കിലോ കൈകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കീടങ്ങളെ നശിപ്പിക്കാം. ഇങ്ങനെ ചെയ്യുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം, മെക്കാനിക്കൽ കൺട്രോൾ. മെക്കാനിക്കൽ കൺട്രോളിന് ഒരു ഉദാഹരണമാണ് ഫെറമോൺ. എന്താ? ഫെറമോൺ. ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ലേഡി ബഗ്, ട്രൈക്കോഗ്രാമ, ഫ്രോഗ്, മബിയ, കാലോട്സ്, ബഗ് എന്ത് ചെയ്യുന്നു? ഫീഡ് ഓൺ പെസ്റ്റ് വിച്ച് ഇൻഫെസ്റ്റ് ക്രോപ്സ്. ഇതിലുള്ള ക്രോപ്സിലുള്ള ഈ പെസ്റ്റിനെ എന്ത് ചെയ്യുന്നു? അത് തിന്ന് നശിപ്പിക്കുന്നു. This kind of pest control is biological control. മെക്കാനിക്കൽ കൺട്രോൾ എന്താ? ബയോളജിക്കൽ കൺട്രോൾ കഴിഞ്ഞ് മെക്കാനിക്കൽ എന്താ? കൺട്രോളിങ് പെസ്റ്റ് ബൈ റിമൂവിങ് ദം മാനുവലി. നമുക്ക് എന്ത് ചെയ്യാം? കൈ കൊണ്ട് എടുത്തു മാറ്റാം. ബൈ റിമൂവിങ് ദം മാനുവലി ഓർ യൂസിങ് ട്രാപ്സ്, അല്ലെങ്കിൽ നമുക്ക് കെണികൾ വയ്ക്കാം. കൺട്രോളിങ് പെസ്റ്റ് ബൈ റിമൂവിങ് ദം മാനുവലി അല്ലെങ്കിൽ യൂസിങ് ട്രാപ്സ്, നമുക്ക് ട്രാപ്സ് ഉപയോഗിക്കാം. ഈസ് കോൾഡ് മെക്കാനിക്കൽ കൺട്രോൾ. ഫിറമോൺ ട്രാപ്പാണ് ഈ മെക്കാനിക്കൽ കൺട്രോളിന് എക്സാമ്പിൾ. ഇത് നമ്മൾ ജീവികൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? അതിനെക്കൊണ്ട് ഫീഡ് ഓൺ പെസ്റ്റ്, അത് കഴിക്കുന്നു. ഈ ലേഡി ബഗും ട്രൈക്കോഗ്രാമയും ഫ്രോഗും ബഗും ഒക്കെ എന്ത് ചെയ്യുന്നു? ഈ പെസ്റ്റിനെ കഴിക്കുന്നു. ഫീഡ് ഓൺ പെസ്റ്റ്, അത് എന്ത് ചെയ്യുന്നു? ഇതിനെയാണ് നമ്മൾ പറയുന്നത് ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്, ജൈവ നിയന്ത്രണം എന്ന് പറയുന്നത്. യാന്ത്രിക നിയന്ത്രണം എന്ന് പറഞ്ഞാൽ റിമൂവിങ് ദം മാനുവലി, നമുക്ക് കൈകൊണ്ട് എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ യൂസിങ് ട്രാപ്സ് ഉപയോഗിക്കാം, കെണികൾ ഉപയോഗിക്കാം. ഇതാണ് മെക്കാനിക്കൽ കൺട്രോൾ. ഫിറമോൺ എന്ന് പറയുന്നത് മെക്കാനിക്കൽ കൺട്രോളിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് പുകയില കഷായം എങ്ങനെ നിർമ്മിക്കാം നോക്കാം. ഹൗ കെൻ വി പ്രിപ്പയർ ടൊബാക്കോ ഡിക്കോക്ഷൻ? പുകയില കഷായം എങ്ങനെ നിർമ്മിക്കാം? നമുക്ക് കീടനിയന്ത്രണത്തിനാണ് പുകയില കഷായം ഉപയോഗിക്കുന്നത്. ഈ ടൊബാക്കോ ഡിക്കോക്ഷൻ പുകയില കഷായം എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. ചോപ്പ് 100 gram ഓഫ് ടൊബാക്കോ ആൻഡ് soak it in 1.5 liters of water for a day. 100 gram പുകയില ചോപ്പ് ചെയ്യണം, ചെറു കഷ്ണങ്ങളാക്കണം. ചോപ്പ് 100 gram ഓഫ് ടൊബാക്കോ. 100 gram പുകയില എന്ത് ചെയ്യണം? ചെറു കഷ്ണങ്ങളാക്കണം. 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വയ്ക്കണം. സോക്ക് ഇറ്റ് ഇൻ 1.5 liters. സോക്ക് ഇറ്റ് ഇൻ 1.5 liters. അതിനെ സോക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മുക്കി വയ്ക്കുക, കുതിർത്ത് വയ്ക്കുക. ഇറ്റ് ഇൻ 1.5 liters. 1.5 liters വെള്ളത്തിൽ ഓഫ് വാട്ടർ ഫോർ എ ഡേ. ഒരു ദിവസം 1.5 ലിറ്റർ വെള്ളത്തിൽ 100 gram പുകയില ചോപ്പ് ചെയ്ത് ചെറു കഷ്ണങ്ങളായി കുതിർത്ത് വയ്ക്കുക. ഓക്കെ, ഒരു ദിവസം എന്ത് ചെയ്യണം? ഒരു ദിവസം മുഴുവനും വയ്ക്കണം. 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം മുഴുവനും പുകയില 100 gram ചെറു കഷ്ണങ്ങളായി എന്ത് ചെയ്യണം? കുതിരാനായിട്ട് വയ്ക്കുക. ചോപ്പ് 100 gram ഓഫ് ടൊബാക്കോ ആൻഡ് സോക്ക് ഇറ്റ് ഇൻ 1.5 liters ഓഫ് വാട്ടർ ഫോർ എ ഡേ. ഓക്കെ, സ്ക്യൂസ് ആൻഡ് ഫിൽറ്റർ ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കണം. ഇത് സ്ക്യൂസ് ചെയ്യണം, പിഴിയണം. ആൻഡ് ഫിൽറ്റർ ഇറ്റ്, എന്നിട്ട് എന്ത് ചെയ്യണം? അരിച്ചെടുക്കണം. സ്ക്യൂസ് ആൻഡ് ഫിൽറ്റർ ഇറ്റ്, ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കണം. മൂന്നാമത് എന്ത് ചെയ്യണം? ഡിസോൾവ് 100 gram ഓഫ് വാഷിംഗ് സോപ്പ് ഇൻ ഇറ്റ്. ഇതിൽ 10 gram ബാർ സോപ്പ് ലയിപ്പിച്ച് ചേർക്കണം. 10 gram ബാർ സോപ്പ് ലയിച്ച് ചേർക്കണം. ഡിസോൾവ് 100 gram ഓഫ് വാഷിംഗ് സോപ്പ് ഇൻ ഇറ്റ്. ഇതിൽ 10 gram ബാർ സോപ്പ് ലയിപ്പിക്കണം. ലാസ്റ്റ് എന്ത് ചെയ്യണം? ഡൈല്യൂട്ട് ഇറ്റ് ബൈ ആഡിങ് ട്വൈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് സ്പ്രേ ഓൺ പ്ലാന്റ്സ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇരട്ടി വെള്ളം ചേർത്താൽ പുകയില കഷമായി എന്ന് നമുക്ക് ചെടികൾക്ക് തളിച്ചു കൊടുക്കാം. അതിന് ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യണം. അത് നമ്മൾ അതിൻ്റെ വീര്യം കുറയ്ക്കണം. ഡൈല്യൂട്ട് ഇറ്റ് ബൈ ആഡിങ് ട്വൈസ് ദ ക്വാണ്ടിറ്റി. ഇരട്ടി വെള്ളം ചേർക്കുക. ഡൈല്യൂട്ട് ഇറ്റ് ബൈ ആഡിങ്. ഡൈല്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ വീര്യം കുറയ്ക്കുന്നത് എങ്ങനെയാണ്? ആഡിങ് ട്വൈസ് ദ ക്വാണ്ടിറ്റി. അതിൻ്റെ ഇരട്ടി വെള്ളം ചേർക്കണം. ആഡിങ് ട്വൈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. ആഡിങ് ട്വൈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. ഇരട്ടി വെള്ളം ചേർത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡൈല്യൂട്ട് ചെയ്യണം.
ആൻഡ് സ്പ്രേ ഓൺ പ്ലാന്റ്സ്. ചെടികൾക്ക് തളിക്കാം. ഇരട്ടി വെള്ളം ചേർത്ത് പുകയില കഷായമായി ചെടിക്ക് തളിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ടൊബാക്കോ ഡിക്കോക്ഷൻ, പുകയില കഷായം നമുക്ക് എങ്ങനെ നിർമ്മിക്കാം? ചോപ്പ് 100 gram ഓഫ് ടൊബാക്കോ, 100 gram ടൊബാക്കോ ചെറു കഷ്ണങ്ങളാക്കുക. ആൻഡ് സോക്ക് ഇറ്റ് ഇൻ 1.5 liters ഓഫ് വാട്ടർ ഫോർ എ ഡേ. ഒരു ദിവസം മുഴുവൻ എന്ത് ചെയ്യണം? ഇത് 1.5 ലിറ്റർ വെള്ളത്തിൽ മുക്കി വയ്ക്കാം. സ്ക്വീസ് ആൻഡ് ഫിൽട്രേറ്റ്, പിഴിഞ്ഞ് അരിച്ചെടുക്കണം. ഡിസോൾവ് 100 gram ഓഫ് വാഷിംഗ് സോപ്പ് ഇൻ ഇറ്റ്, ഇതിൽ 10 gram ബാർ സോപ്പ് ലയിപ്പിക്കണം. ഡൈലൂട്ട് ഇറ്റ് ബൈ ആഡിങ് ട്വൈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, ഇതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഡൈലൂട്ട് ചെയ്യണം. അപ്പോൾ എന്തായി? പുകയില കഷായമായി ചെടികൾക്ക് തളിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർഷിക മേഖലകളുടെ പേരും അതെന്താണെന്നും. ലിസ്റ്റ് വേരിയസ് അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് ആൻഡ് ദെയർ എയിംസ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. ഫ്ലോറികൾച്ചർ, ഫ്ലോറി എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഓർമ്മിക്കുക. ഫ്ലവർ. ഫ്ലോറികൾച്ചർ പുഷ്പകൃഷി, ഗ്രോയിങ് ഫ്ലവേഴ്സ്, പുഷ്പങ്ങൾ, പൂക്കൾ കൃഷി ചെയ്യുന്നതാണ് ഫ്ലോറികൾച്ചർ. ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോയിങ് ഫ്ലവേഴ്സ്, പുഷ്പകൃഷിയാണ് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഫ്ലോറികൾച്ചർ? ഗ്രോയിങ് ഫ്ലവേഴ്സ്, പുഷ്പങ്ങൾ, പൂക്കൾ കൃഷി ചെയ്യുന്നതാണ് ഫ്ലോറികൾച്ചർ. എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ റിയറിംഗ് ഹണി ബി, തേനീച്ച വളർത്തുന്നതാണ്. എപ്പിക്കൾച്ചർ തേനീച്ച വളർത്തലാണ്. ഹണി ബി, റിയറിംഗ് ഹണി ബി, തേനീച്ച വളർത്തുന്നതാണ് എപ്പിക്കൾച്ചർ. എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? റിയറിംഗ് ഹണി ബി, തേനീച്ച വളർത്തുന്നതാണ് എപ്പിക്കൾച്ചർ. മൂന്നാമത്തത് ക്യൂണികൾച്ചർ, റിയറിംഗ് റാബിറ്റ്സ്, മുയൽ വളർത്തൽ. റിയറിംഗ് റാബിറ്റ്സ്, മുയൽ വളർത്തൽ. ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞാൽ റാബിറ്റ്സ്, മുയലിനെ വളർത്തുന്നതാണ് കേട്ടോ. റിയറിംഗ് റാബിറ്റ്സ്. മഷ്റൂം കൾച്ചർ, അത് മഷ്റൂം കൃഷി എന്ന് തന്നെയാണ്. കൾട്ടിവേറ്റിംഗ് മഷ്റൂം, കൂൺ കൃഷി. കൾട്ടിവേറ്റിംഗ് മഷ്റൂം, കൂൺ കൃഷിയാണ് മഷ്റൂം കൾച്ചർ. മഷ്റൂം എന്ന് പറഞ്ഞാൽ കൂൺ. മഷ്റൂം കൾച്ചർ, കൾട്ടിവേറ്റിംഗ് മഷ്റൂം, കൂൺ കൃഷി ചെയ്യുക. അപ്പോൾ ഇനിയുമുണ്ട്, നമുക്കത് പഠിക്കാം. ആദ്യം നമുക്ക് ഈ 4 ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. ഫ്ലോറികൾച്ചർ, ഗ്രോയിങ് ഫ്ലവേഴ്സ്, പുഷ്പകൃഷി. എപ്പിക്കൾച്ചർ, റിയറിംഗ് ഹണി ബി, തേനീച്ച വളർത്തൽ. ക്യൂണികൾച്ചർ, റിയറിംഗ് റാബിറ്റ്സ്, മുയൽ വളർത്തൽ. മഷ്റൂം കൾച്ചർ, കൾട്ടിവേറ്റിംഗ് മഷ്റൂം വളർത്തൽ, മഷ്റൂം കൃഷി ചെയ്യുന്നതാണ്. അടുത്ത് നോക്കാം, പൗൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ റിയറിംഗ് പൗൾട്രി, കോഴിക്കൃഷി. കോഴി വളർത്തൽ കണ്ടിട്ടില്ലേ? റിയറിംഗ് പൗൾട്രി, കോഴിക്കൃഷി. പൗൾട്രി ഫാമിംഗ്, റിയറിംഗ് പൗൾട്രി, കോഴി വളർത്തൽ. പൗൾട്രി ഫാമിംഗ്, കോഴി വളർത്തലാണ് കേട്ടോ. പൗൾട്രി ഫാമിംഗ്, കോഴി വളർത്തൽ. റിയറിംഗ് പൗൾട്രി എന്ന് പറഞ്ഞാൽ കോഴിയാണ് കേട്ടോ. ലൈവ് സ്റ്റോക്ക് റിയറിംഗ്, ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ലൈവ് സ്റ്റോക്ക് ഫാമിംഗ്. റിയറിംഗ് കാറ്റിൽ, ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് ആണ്. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ റിയറിംഗ് കാറ്റിൽ, കന്നുകാലി വളർത്തൽ. കാറ്റിൽ എന്ന് പറഞ്ഞാൽ കന്നുകാലി. ലൈവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കാറ്റിൽ, കന്നുകാലി വളർത്തൽ. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? റിയറിംഗ് കാറ്റിൽ, കന്നുകാലി വളർത്തൽ. പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ മത്സ്യകൃഷിയാണ്. റിയറിംഗ് ഫിഷസ്. പിസികൾച്ചർ, റിയറിംഗ് ഫിഷസ്, മത്സ്യകൃഷി. പിസികൾച്ചർ, റിയറിംഗ് ഫിഷസ്, മത്സ്യകൃഷി. ലാസ്റ്റ് വൺ സെറികൾച്ചർ. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ റിയറിംഗ് സിൽക്ക് വോം, പട്ടുനൂൽ പുഴു വളർത്തൽ. റിയറിംഗ് സിൽക്ക് വോം, പട്ടുനൂൽ പുഴു വളർത്തൽ. സെറികൾച്ചർ, റിയറിംഗ് സിൽക്ക് വോം, പട്ടുനൂൽ പുഴു വളർത്തൽ. ഇപ്പോൾ പൗൾട്രി ഫാമിംഗ്, റിയറിംഗ് പൗൾട്രി, കോഴിക്കൃഷി, കോഴി വളർത്തൽ. ലൈവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കാറ്റിൽ ഓർമ്മിക്കുക. റിയറിംഗ് കാറ്റിൽ, കന്നുകാലി വളർത്തൽ. പിസികൾച്ചർ, ഫിഷിനെ ഓർമ്മിക്കുക. പിസികൾച്ചർ, റിയറിംഗ് ഫിഷസ്, മത്സ്യകൃഷി, മീൻ വളർത്തൽ. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ സിൽക്ക് വോം, പട്ടുനൂൽ പുഴു ഓർമ്മിക്കുക. റിയറിംഗ് സിൽക്ക് വോം, പട്ടുനൂൽ പുഴു വളർത്തൽ. 8 എണ്ണം നമ്മൾ പഠിച്ചു. 8 അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് നമ്മൾ പഠിച്ചു. പുഷ്പകൃഷി പഠിച്ചു, മുയൽ കൃഷി പഠിച്ചു. ഓക്കെ, മുയൽ വളർത്തൽ. മഷ്റൂം വളർത്തുന്നതിനെ കുറിച്ച് പഠിച്ചു. ഹണി ബി, തേനീച്ച വളർത്തുന്നതിനെ കുറിച്ച് പഠിച്ചു. പൗൾട്രി, കോഴി വളർത്തുന്നതിനെ കുറിച്ച് പഠിച്ചു. ലൈവ് സ്റ്റോക്ക്,
കാറ്റിൽ റിയറിംഗ് കന്നുകാലി വളർത്തുന്നതിനെ പഠിച്ചു. പിസികൾച്ചർ മത്സ്യം മീൻ ഫിഷ് റിയറിങ്ങിനെ കുറിച്ച് പഠിച്ചു. സെറികൾച്ചർ റിയറിംഗ് സിൽക്ക് വോം പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നതും പഠിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലായല്ലോ. യെസ്, ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.